പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ദുഃഖത്തോടെ ഞാനായിരിക്കുകയാണ്. ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു ദേവാലയത്തിൽ അടിമ വയ്ക്കുന്ന ഒരു ശുശ്രൂഷ കാണിക്കുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗീർവേഴ്സി പുണ്യാളിനെ അടിമ വയ്ക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഒരു ദേവാലയത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചു തന്നത്. ഒരു പിഞ്ചുകുട്ടിയെ, 8 മുട്ടും തിരിയാത്തൊരു പയ്യനെ അവിടെ തുണി കൊണ്ട് കെട്ടിയിട്ടിട്ട് അവൻ നിലവിളിക്കുക. അപ്പോൾ മാതാപിതാക്കളുടെ വിശ്വാസം, സമൂഹത്തിൻ്റെ വിശ്വാസം, അടിമ വയ്ക്കൽ എന്ന് പറയുന്നൊരു ആചാരം അവിടെ നടന്നുകൊണ്ടിരിക്കുക. പോക്സോ കേസിന് കേസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് റിയലി സങ്കടത്തോടെ ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ഒരു അനാചാരങ്ങളിലേക്ക് നമ്മൾ ഇപ്പോഴും വീണു പോകുന്നത്? ഇത് 21-ാം നൂറ്റാണ്ടായില്ലേ? ദൈവശാസ്ത്രപരമായി ഇത് ശരിയാണോ? അല്ല എന്ന് പറയേണ്ടി വരും. മാമോദീസായിലൂടെ ദൈവമക്കളെ നവകാശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നാം പിന്നെ എന്തിനാണ് അടിമയാകാൻ പോകുന്നത്? ചിന്തിക്കൂ. നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നത് സമർപ്പണ മനോഭാവമാണ് അടിമ വയ്ക്കൽ എന്നതിൻ്റെ ഉദ്ദേശമെങ്കിൽ മാമോദീസായേക്കാളും സ്ഥൈര്യലേപനത്തെക്കാളും വലിയൊരു ശുശ്രൂഷയാണോ ഈ അടിമ വയ്ക്കൽ? അതും ഇപ്രകാരം പീഡനാത്മകമായിട്ട് അടിമ വയ്ക്കേണ്ട ഒരു ശുശ്രൂഷ നടത്തേണ്ടതുണ്ടോ? കാലം മായ്ച്ചു കളയേണ്ട ആചാരമല്ലേ ഇത്? ആ കുഞ്ഞിന് നിലവിളി കാണുന്നില്ലേ? അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്നവൻ മിണ്ടരുത് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് പഠിക്കുന്ന ക്രൈസ്തവ വിശ്വാസം സ്നേഹത്തിൻ്റെയാണോ ഭയത്തിൻ്റെയാണോ? ഇങ്ങനെയുള്ള പല അനാചാരങ്ങളും പണത്തിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളിൽ നിന്ന് കടന്നു വന്ന അനാചാരത്തിന്റെ ഫലമായിട്ടോ നമ്മുടെ സമുദായത്തിൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മളൊന്നും അടിമകളല്ല, മക്കളാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് പുതിയ നിയമം. അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നീ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതാണ് സ്ഥൈര്യലേപനത്തിന്റെ പറ്റി പൗലോസ്ലീഹ റോമാക്കാർക്ക് 8-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങളിൽ കാണാൻ സാധിക്കുക. എന്നാൽ മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലൂടെയും പുത്രനാക്കപ്പെട്ട ഓരോ വ്യക്തികളെയും വീണ്ടും അടിമകളാക്കാൻ വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന് വിഷമമുണ്ടാകേണ്ടെന്ന് കരുതിയിട്ടാകാം, അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ പ്രതിയാകാം. പക്ഷെ ഇങ്ങനൊരു ശുശ്രൂഷ ഒരു വ്യക്തിക്ക് നൽകുന്ന ക്രൈസ്തവ ബോധ്യം എന്താണ്? ആ കുഞ്ഞ് കിടന്ന് പടയുമ്പോൾ അവന് ലഭിക്കുന്ന ക്രൈസ്തവ ബോധ്യം എന്താണ്? ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? മറ്റു മതങ്ങളിലെ ആചാരങ്ങൾ അതുപോലെ കടമെടുക്കുമ്പോൾ അവ സാംസ്കാരികമായ അനുരൂപണത്തിന്റെ പേര് കടമെടുക്കുകയാണെങ്കിൽ പോലും ദൈവശാസ്ത്രപരമായി ക്രൈസ്തവപരമായി ശരിയാണോ? അല്ലെങ്കിൽ അവയെ നീക്കം ചെയ്യേണ്ടതും അനാചാരങ്ങളെ നീക്കം ചെയ്യേണ്ടതും സഭയുടെ നവോത്ഥാനത്തിന്റെ പുരോഗമനത്തിന്റെ ക്രൈസ്തവ ദർശനത്തിന്റെ ഭാഗമാണ്. ഇല്ലെങ്കിൽ അതിലൂടെ നൽകുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള ബോധ്യം വികലമായതായിരിക്കും. ഇതേത് ദേവാലയത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതുപോലെയുള്ള പല അനാചാരങ്ങളിലൂടെയും ഇന്നും നമ്മുടെ പള്ളികളിൽ നടക്കുന്നുണ്ട്. ഗീർവേഴ്സി പുണ്യാളിനെ കോഴിമുട്ട നേർച്ച കൊടുക്കുന്നു. അതെന്താ മുട്ട നേർച്ച കൊടുക്കുന്നത് ഗീർവേഴ്സി പുണ്യാളിനെ? പണ്ട് കാലത്ത്, ഇന്നും നാഗദേവന്മാർക്ക് മുട്ട കൊടുക്കുന്ന, കാവിൽ മുട്ട വെച്ച് കൊടുക്കുന്ന ഹിന്ദുക്കളുടെ ആചാരത്തിന് അങ്ങനെ കടമെടുത്തിട്ട് പാമ്പിനെ കൊന്ന വിശുദ്ധനും മുട്ട വെച്ചു കൊടുക്കുകയാണ്. മുട്ട നേർച്ച. നേർച്ച കൊടുക്കാം.
പക്ഷെ അത് ദൈവശാസ്ത്രപരമായി ശരിയാക്കുന്നുണ്ടോ? എന്തുദ്ദേശത്തിലൂടെയാണ് പോകുന്നത്? എവിടെയെങ്കിലും വഴിവഴച്ച് പോകുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ അധികാരികളും ഈ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ളതായി മാറണം. സ്വർണം കൊണ്ട് ആൾ രൂപം, വെള്ളി കൊണ്ട് ആൾ രൂപം, കയ്യിൻ്റെ രൂപം, കാലിൻ്റെ രൂപം, ഇതൊക്കെ ചില ദേവാലയങ്ങളിൽ നേർച്ച വസ്തുക്കളായിട്ട് നിക്ഷേപിക്കുക. ആൾ രൂപം കിട്ടി, കയ്യിൻ്റെ രൂപം കിട്ടി, കാലിൻ്റെ രൂപം കിട്ടി. എന്താ ഇതിന് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയെ സമർപ്പിക്കുന്നതിന് പകരമായി ആ വ്യക്തിയുടെ കയ്യും കാലും സമർപ്പിക്കുകയാണ്. അതിനോടൊക്കെ എന്ത് ക്രൈസ്തവ ബോധ്യമാണ് ലഭിക്കുന്നത്? ഇപ്രകാരമുള്ള അനാചാരങ്ങൾ നീക്കം ചെയ്യേണ്ടതല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നവീകരിക്കപ്പെടുന്നിടത്ത് നവീകരിക്കപ്പെടുവാനും ബോധ്യം ലഭിക്കുന്നിടത്ത് ബോധ്യം ലഭിക്കുവാനും നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധ്യമാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.